ഇതാണ് ശരിക്കും ബ്ലാസ്റ്റ്. ആദ്യത്തെ 15 മിനിറ്റ് സംസാരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മൊത്തം ഒരു 1.5 മണിക്കൂർ വെറും ഹാ ഹൂ ഹീ എന്നുള്ള സൗണ്ടുള്ള ആക്ഷൻ അല്ലാണ്ട് വേറെ ഒന്നും ഇതിലില്ല. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടാവും റെയ്ഡ് 2, നൈറ്റ് കംഫോറസ്, ജോൺ വിക്ക്, കില്ല്. ഇതെല്ലാം വീണ്ടും കാണാൻ എന്താണ്, അതിലെ നായകന്മാരോ അതിലെ കഥയോ കൊണ്ടല്ല, അതിലെ നായകൻ ആക്ഷൻ ആയതും കൊണ്ടാണ്. കഥ എന്ന് പറയാനൊന്നുമില്ല. മകളെ വില്ലന്മാര് തട്ടിക്കൊണ്ടുപോയി, രക്ഷിക്കാൻ അച്ഛൻ പിറകെ ഓടുന്നു. കഥ ഇത്രേ ഉള്ളൂ. ഇത് പറയുന്നത് ഒരു കഥയല്ല, ആക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു കഥ ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇതിലെ സംവിധായകരായ കെഞ്ചി ആക്ഷൻ ചെയ്ത സിനിമകൾ നിങ്ങൾ എടുത്ത് നോക്കിക്കോളൂ. ദ ബ്ലേഡ്, ലെജൻഡ് ഓഫ് ഫിസ്റ്റ്. ഇതിലെല്ലാം ആക്ഷൻ ഒരു ഡാൻസ് പോലെയാണ്. ഓരോ പഞ്ചിനും ഓരോ മീനിങ് ഉണ്ട്, ഓരോ കിക്കിനും ഓരോ ഇമോഷൻസ് ഉണ്ട്. ഫൈറ്റ് അവസാനിക്കുമ്പോൾ വില്ലൻ തോൽക്കുക മാത്രമല്ല ക്യാരക്ടർ അടക്കം മാറുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമയിൽ ഫൈറ്റ് അടക്കം കഥ പറയുന്നത്. ഹോളിവുഡ് സിനിമയിലെ ഫൈറ്റ് എങ്ങനെയാണ്? കട്ട് 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 കട്ട്, ക്യാമറ ഷേക്ക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, CGI എല്ലാം കൂടി നിറച്ച് ഒരു അവിയിൽ പരിവാവും. പക്ഷെ ചൈനീസ് മൂവീസിൽ അങ്ങനെ ആയിരിക്കില്ല. ഒറ്റ ഷോട്ടിൽ തന്നെ 5 മിനിറ്റിന്റെ ഫുള്ള് സ്റ്റണ്ടും കാണിക്കും. എന്തും കൊണ്ടാണ്? അത് റിയൽ ആണ്. അതുകൊണ്ടാണ് ബ്രൂസ് ലീന്റെ, ജാക്കി ചാന്റെ സിനിമകളൊക്കെ ഇപ്പോഴും നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ്? അത് റിയൽ ആണ്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 2 പേര് അടി കൂടുന്നു. പക്ഷെ ഇവിടെ ഫൈറ്റ് അങ്ങനെയല്ല. ഒരാൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു, ഒരാൾ കൊല്ലാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നു. ആ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു വലിയ കോൺഫ്ലിക്റ്റ് ആണ്. ഡയലോഗ് ഇല്ലാത്ത കോൺവെർസേഷൻ ആണ്. ജോൺ വിക്ക് എന്താണ്? സ്റ്റൈല്, സ്യൂട്ട്, ലൈറ്റ്നിങ്, കോൺഫ്ലിക്റ്റ്. എന്നാൽ ഫ്യൂരിയസ് സിനിമയിലോ വയർപ്പ്, വയലൻസ്, ചോര, എക്സോഷൻ. ഇതിലെ ഡയറക്ടറായ കെഞ്ചി തനകാക്കി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആളുകൾ ജസ്റ്റ് ഒരു ഫൈറ്റ് മാത്രം കണ്ടാൽ പോരാ, ആളുകൾ ഇമോഷൻസ് കാണണം. അതാണ് നല്ലൊരു സിനിമ. ഇതേ ഡയലോഗ് വേറൊരു രീതിയിൽ നമ്മുടെ രാജമൗലിയും പ്രശാന്ത് നീലും പറഞ്ഞിട്ടുണ്ട്. ആക്ഷനും ഇമോഷൻസും ഡിഫറെന്റ് അല്ല, അത് രണ്ടും ഒരേതാണ്. ഇമോഷൻസ് ഉണ്ടെങ്കിൽ നല്ല ആക്ഷൻ ഉണ്ടാവുകയുള്ളൂ. Emotion and action are not two different things. Every action sequence has emotion running through it. Emotion that's inbuilt, and you understand that emotion. And കാരണം ഫാമിലി സിനിമ എടുക്കുമ്പോൾ അതിൽ ഹിറ്റ് ഫാക്ടർ വളരെ കൂടുതലായിരിക്കും. ബ്ലാസ്റ്റ് എടുത്തോളൂ, അയാളുടെ കുടുംബത്തെ രക്ഷിക്കാൻ എന്തും ചെയ്യും. അതുകൊണ്ടാണ് ബ്ലാസ്റ്റ് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഏറ്റവും വലിയ സക്സസ് ആയത്. അതാണ്, നമ്മൾ മനുഷ്യന്മാരങ്ങനെയാണ്, നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും. പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് സെറ്റിലായ ഫാമിലിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അദ്ദേഹം ആ ഫാമിലി നിലനിർത്താൻ എന്തും ചെയ്യും. അതൊരു മനുഷ്യ സഹജമാണ്. അത് തന്നെയാണ് ഈ സിനിമകളൊക്കെ വിജയിക്കാനും കാരണം.